ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 114 ഭൂതപ്രേതാദികളെപ്പറ്റി ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ ഫോർട്ട് കൊച്ചി ഒരിക്കൽ അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് കൊച്ചി എന്നായിരുന്നു. ചില ഭക്തന്മാർ കൂടി ഒരു ദിവസം ഗുരുദേവനെ അവിടേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. കൂട്ടത്തിൽ അവരിൽ ചിലരുടെ ഭവനങ്ങൾ ഗുരുദേവൻ സന്ദർശിക്കുകയും ചെയ്തു. അങ്ങനെ എത്തിയിരുന്നിടത്തെല്ലാം വലിയ ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. അവരിൽ അധികം പേരും എത്തിയിരുന്നത് പ്രേതബാധകളിൽ നിന്നും ചാത്തൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നുമൊക്കെ മോചനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാനായിരുന്നു. അക്കാലത്ത് യുക്തിവാദികളിൽ വെച്ച് ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്നു സഹോദരൻ അയ്യപ്പൻ. ആ നേരത്ത് അയ്യപ്പനും അവിടെയുണ്ടായിരുന്നു. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധോപദ്രവങ്ങളെപ്പറ്റിയുള്ള ജനങ്ങളുടെ ആവലാതികളും പ്രയാസങ്ങളും അയ്യപ്പനും കേട്ടിരിക്കുകയായിരുന്നു. അവരെ എല്ലാം ഗുരുദേവൻ ഓരോരോ വിധത്തിൽ സമാധാനിപ്പിച്ച് പറഞ്ഞുവിട്ടു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ അയ്യപ്പനോടായി ചോദിച്ചു, അയ്യപ്പന് എന്തു തോന്നുന്നു? അയ്യപ്പൻ, ഇതൊക്കെ എത്ര ഇല്ലാത്തതാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് വിശ്വാസമാകില്ല സ്വാമി. ഗുരുദേവൻ, എന്താണ് ജനങ്ങൾ ഭൂതപ്രേതാദികളെപ്പറ്റി ഇത്രയേറെ പരാതിയുമായി വരുന്നത്? ഇവിടെ ആളുകൾക്ക് പഠിപ്പില്ലാഞ്ഞിട്ടാണോ? അവർ കുടിക്കുന്ന വെള്ളം ചീത്തയാണോ? അവർ ശ്വസിക്കുന്ന വായു ചീത്തയാണോ? അയ്യപ്പൻ മൗനം ദീക്ഷിച്ചു നിന്നു. വന്ദിക്കുന്നു പാദം വന്ദിച്ചിടുന്നു ഞാൻ, ഗുരുദേവ തൃപ്പാദം വന്ദിക്കുന്നു. വന്ദിക്കുന്നു പാദം വന്ദിച്ചിടുന്നു ഞാൻ, ഗുരുദേവ തൃപ്പാദം വന്ദിക്കുന്നു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 114 ഭൂതപ്രേതാദികളെപ്പറ്റി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.